ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ദെൻ നമുക്ക് ഈ ഡിസ്ക്രീറ്റ് നേച്ചർ, ആ ഒരു ചാർജസ് ഡിസ്ക്രീറ്റ് നേച്ചർ മാറ്റിയിട്ട് നമ്മൾ കണ്ടിന്യൂസ്, അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി എന്നിങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെയാണ് അതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നൗ നമുക്കറിയാം എന്ത് ഇലക്ട്രിക് ഫീൽഡ്. സപ്പോസ് നമുക്കൊരു പോയിന്റ് ചാർജ് ഉണ്ട്, ആ പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു എന്താണ്? 1/4πε0 Q by r square in the direction of r cap. This is our electric field, അല്ലേ? Or we can say that E equal to F by Q എന്ന് എഴുതാൻ പറ്റും അല്ലേ, ഫോഴ്സ് ബൈ ചാർജ്. സപ്പോസ് നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനിൽ നമ്മൾ R വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇയും വേരി ചെയ്യൂ അല്ലെ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. R ഇവിടെ 1/r², E is proportional to 1/r² ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 1/r² ആയിട്ട് ഫാൾ ചെയ്യും അല്ലെ. R ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കൂ, ഇവിടെ ശരിക്കും E is proportional to 1/r² അല്ലേ. അപ്പൊ ഈ R ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് 1/ വലിയ വലിയ സംഖ്യകളാവും അല്ലെ. അപ്പൊ E എന്താവും? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കുറയൂ അല്ലെ. അപ്പോ നിങ്ങൾ നോക്ക്, ഇതിൽ നമുക്ക് എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് ഷോർട്ടർ ആണ്. ആസ് R ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ചെറുതാണ്, ഷോർട്ടർ ആണ് എന്നാണ് പറയുന്നത്. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇൻഡിക്കേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. സപ്പോസ് നമ്മളിത് വരയ്ക്കാന്ന് വിചാരിക്കൂ. സപ്പോസ് നിങ്ങൾ R = 1 അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു പോയിന്റ് ചാർജ് ഉണ്ട് Q എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന് ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക, ദെൻ എന്ത് ചെയ്യും? ഇതാണ് ഏറ്റവും വലുത്. പിന്നെ കുറഞ്ഞു കുറഞ്ഞു പോവുക ഈ ലെങ്ത് അല്ലെ. R ഇൻക്രീസ്, നിങ്ങൾ നോക്കി R ഇത് നിന്നുള്ള എത്ര ഡിസ്റ്റൻസ് കൂടുന്നോ അത്രയും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും അല്ലെ. അപ്പൊ അതിന്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരില്ലേ അല്ലേ. ദെൻ സപ്പോസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫീൽഡ് ലൈൻ. അതായത് ഇതിന്റെ സ്ട്രെങ്ത്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ്, ഫീൽഡ് ലൈൻസിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാ നോക്കുക? അതായത് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ്. സപ്പോസ് നമ്മൾ ഇവിടെ ഫീൽഡ് ലൈൻസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റൂ? ഫീൽഡ് ലൈൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഫീൽഡ് ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്ന് പറയാൻ പറ്റൂ അല്ലെ. അപ്പൊ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് ലൈൻ ഇൻഡിക്കേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫീൽഡ് ലൈൻ. അതായത് എത്ര ഫീൽഡ് ലൈൻ ഉണ്ട് അതിനെയാണ് എന്ത്, ഈ ഫീൽഡ് ലൈൻസിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കൂ, സാധാരണ സപ്പോസ് നമുക്ക് Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട് അല്ലെ. അപ്പൊ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ്? R കൂടുന്നതിനനുസരിച്ച് ഇത് കുറയൂ അല്ലെ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെയല്ലേ വരിക, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ്. ഇനി അടുത്ത വരയ്ക്കുന്ന സമയത്ത് ഇതിലും കുറയൂ അല്ലെ, കുറഞ്ഞ്. അപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾ നോക്ക്, ശരിക്കും നമ്മളൊരു ഒരു ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്ററിൽ സ്ട്രോങ് ആയിരിക്കും, സെന്ററിൽ കൂടുതൽ ഉണ്ടാവും അല്ലെ. അപ്പൊ സെന്ററിൽ എന്താണ്? ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. നമ്പർ ഓഫ് ലൈൻസ്, ഫീൽഡ് ലൈൻസ് കൂടുതലാണ് ഈ ഒരു ഏരിയയിൽ അല്ലെ. അപ്പൊ ഇതേ ഏരിയ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് ചിലപ്പോൾ ഒരു ഫീൽഡ് ലൈനെ കടന്നു പോകുന്നുണ്ടാവും. സോ മറ്റേ ഈ ഇതിലുള്ള, അതായത് ടോട്ടൽ ഈ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്താണ്? നിയർ ദ സെന്ററിന്റെ അടുത്തായിരിക്കും. വീക്കർ ആയിട്ടുള്ളതോ ഫർദർ ഔട്ട്, വീക്കർ ആയിട്ടുള്ളത് പുറമെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ സ്ട്രോങ്ങർ എവിടെയാ ഉണ്ടാവുക? അത് നിയർ ദ സെന്ററിന്റെ അടുത്താണ്. ഇത് കാരണം അവിടെയല്ലേ കൂടുതൽ ഫീൽഡ് ലൈൻസ് ഉള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുക എപ്പോഴും എന്തായിരിക്കും? ചാർജസിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ സെന്ററിന്റെ അടുത്തായിരിക്കും. ക്ലിയർ ആയോ? ദെൻ ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് ഫീൽഡിന്? അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതായത് ഒറിജിനൽ നമുക്കറിയാം രണ്ട് ചാർജസ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും അല്ലെ. അപ്പൊ സപ്പോസ് ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് Q പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഡൈവേർജ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് അല്ലെ. ഇനി നമുക്ക് നിങ്ങൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടെങ്കിൽ, ചാർജസ് ഉണ്ടെങ്കിൽ
ഈ നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ഫീൽഡ് ലൈൻസ് പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ? പോസിറ്റീവ് എന്ന് തുടങ്ങി നെഗറ്റീവില് അവസാനിക്കുന്നു എന്നാണ് കേട്ടോ അതിന്റെ മീനിങ്. അതുകൊണ്ട് ആരോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യണം. ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ ഈ ഒരു പിന്നെ ഫീൽഡ് ലൈൻസിനുള്ളത്? ഒറിജിനേറ്റ്, അത് എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു? ഒറിജിനേറ്റ് അറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെ? ഒറിജിനേറ്റ് അറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ നെഗറ്റീവ് ചാർജ് അല്ലെ? ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ അവിടെയാണ് എന്ത് ഇത് എൻഡ് ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ ചാർജിനനുസരിച്ച്, നമ്മൾ ഇവിടെ ഉള്ള ചാർജിനനുസരിച്ച് ഫീൽഡ് ലൈൻസും എന്തായിരിക്കും? വ്യത്യാസപ്പെടും അല്ലെ? ഇവിടെ ചാർജ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ശരിക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ ടെർമിനേറ്റിങ്ങോ എന്ന് പറയുന്നത് ഓൺ എ ചാർജ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ആണ്. അതായത് പിന്നെ നമുക്ക് ഈ ഒരു ചാർജ് ഈ ഒരു ചാർജിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് വരുന്നത്? അത് ഒറിജിനേറ്റ് ചെയ്യുന്നതും പ്ലസ് ക്യൂ എന്ന് തുടങ്ങി നെഗറ്റീവ് ക്യൂയിലേക്ക് മാറുന്നതും ഒക്കെ. ദെൻ അടുത്തത് ഫീൽഡ് ലൈൻസ് പിന്നെ എൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഫീൽഡ് ലൈൻസ് എൻഡ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എന്താണ്? സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും അല്ലെ? ഡയറക്ഷൻ, ഈ ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ഇറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലെ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും അല്ലെ ഇലക്ട്രിക് ഫീൽഡിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്ത് വേണം? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, നെഗറ്റീവ് സൈനും വേണം അല്ലെ? സോ ദ ഫീൽഡ് ലൈൻസ് എൻഡ് ഓർ സ്റ്റാർട്ട് നോർമലി ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. അപ്പൊ നമുക്കൊരു സർഫസ് ഉണ്ട്, ഒരു കണ്ടക്ടർ ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിന്റെ നോർമൽ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇനി അങ്ങനെ അപ്പൊ അതായത് സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡയറക്ഷനിലുള്ള കമ്പണന്റ് എടുക്കണം. അത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ഫോഴ്സിന് അലോങ് ദിസ് എക്സ് ആക്സിസ് ഇല്ലെങ്കിൽ എഫ് കോസ് തീറ്റ എന്ന് എടുക്കുന്ന പോലെ ഇവിടെയും എന്ത് ചെയ്യണം? അങ്ങനെ കമ്പണന്റ്സ് എടുത്ത് വേണം ചെയ്യാൻ. അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് പ്രോപ്പർട്ടി ഒറിജിനേറ്റ് പോസിറ്റീവ് എൻഡ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് ടെർമിനലില് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എൻഡ് ചെയ്യുന്നതോ അത് നെഗറ്റീവ് ടെർമിനലിൽ എൻഡ് ചെയ്യുന്നു. Then the number of field lines originating or terminating on a proportional to the charge. അതായത് നമ്മുടെ ഒരു സപ്പോസ് നമുക്കൊരു ടെസ്റ്റ് ചാർജിന്റെ ക്യൂ എന്ന് പറയുന്നത്, ഈ ചാർജിന്റെ എന്തായാലും ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടാവും. അത് ഒറിജിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തതോ ഓടെ ചാർജ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ആയിരിക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് കാര്യങ്ങൾ മതി. അപ്പൊ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് ക്ലിയർ ആയല്ലോ. ദെൻ നൗ വി മൂവ് ടു അവർ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഇസ് ഫ്ലെക്സ്. ഇനി നമുക്ക് ഫ്ലെക്സ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഫ്ലെക്സ് എന്താന്ന് പഠിക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഫ്ലെക്സ് എന്താന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലെക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സപ്പോസ് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യാണ്. ദിസ് ഈസ് അവർ ഏരിയ കൺസിഡർ ചെയ്തു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നമുക്കൊരു ഒരു സർഫസ് കൺസിഡർ ചെയ്തു. ഈ സർഫസ് എസ് ആണ് അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജിന്റെ ഫീൽഡിന്റെ റീജിയനിലാണ് നമ്മൾ ഈ സർഫസ് കൺസിഡർ ചെയ്തത്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് ആണ്. സോ ഇനി ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഫ്ലെക്സ് എന്ന് പറഞ്ഞാല് ഏതൊരു വെക്ടർ ഫീൽഡിന്റെയും പ്രോപ്പർട്ടിയാണ് എന്ത്? ഫ്ലെക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഫ്ലെക്സ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എനി വെക്ടർ ഫീൽഡ്. ഏതൊരു വെക്ടർ ഫീൽഡിന്റെയും പ്രോപ്പർട്ടിയാണ് എന്ത്? ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ സപ്പോസ് നമ്മളൊരു ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ആ ചാർജിന്റെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിന്റെ എടുത്ത് നമ്മളൊരു സർഫസ് എസ് ഏരിയ ഉള്ള ഒരു സർഫസ് കൺസിഡർ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ആ ചാർജിന്റെ ഫീൽഡ് ലൈൻസ് ഈ സർഫസിലൂടെ കടന്നു പോകുമല്ലോ അല്ലെ?
അപ്പോൾ അങ്ങനെ കടന്നു പോകും. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന അത് മെഷർ ചെയ്യാണ്. അതായത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ദാറ്റ് കട്ട് ത്രൂ എ ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് ഇൻ ദ ഫീൽഡ്. അപ്പൊ നമ്മൾ ഈ ഫീൽഡില് നമ്മൾ ഒരു പിന്നെ സർഫസ് കൺസിഡർ ചെയ്തു. ആ സർഫസിൽ നമ്മൾ എന്താക്കാണ്, ഈ ഫീൽഡ് ലൈൻസ്, എത്ര ഫീൽഡ് ലൈൻസ് ഈ ഒരു സർഫസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ഫ്ലെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസ് എത്രയാണ് എന്നുള്ളതാണ് എന്ത് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ആ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സർഫസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ സർഫസ് കൺസിഡർ ചെയ്ത് അതിനെ നമ്മൾ ഒരുപാട് സ്മോൾ ഇന്റർവെൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോന്നിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ആണ്. ഈ ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ അല്ലേ, ഡെൽറ്റ എസ്. ഏരിയ എന്ന് പറഞ്ഞ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ഡെൽറ്റ എസ്. അപ്പൊ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ എസും ഡയറക്ഷൻ, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഡെൽറ്റ എസ്? ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോരോ സർഫസ് ആണ്, ചെറിയ സർഫസ് ആണ്. അപ്പൊ എന്താണ് ഏതൊരു സർഫസ്, ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഏതൊരു സർഫസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ പ്ലെയിൻ ആയിരിക്കും. അതായത് പ്ലെയിനിന് നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ഇതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. സോ അത്രയും കാര്യം മനസ്സിലായല്ലോ. ദെൻ അപ്പൊ നമുക്ക് ഈ ഓരോന്നും, ഇതിപ്പോ ഒരു വലിയ സർഫസ് ആയപ്പോ ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോ ഇതിൽ ഓരോ പിന്നെ ഡെൽറ്റ എസുകളും എന്താണ് ഒരു പ്ലെയിന് പോലെ ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ആറ് മാറും. അപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ അത്രയും ചെറിയത്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്, വളരെ ചെറിയൊരു ഏരിയ ആണ് നമ്മൾ എടുത്തത് എങ്കിൽ നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡിന് കാര്യമായ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ ആക്ട് ചെയ്യും. ദെൻ ഇനി നമുക്ക് നോക്കാം, ഇപ്പൊ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലാണല്ലേ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ് ഡയറക്ഷൻ അല്ലെ. ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ നോക്ക് നിങ്ങൾ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലുള്ള കമ്പണന്റ് നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റ അല്ലേ, വെർട്ടിക്കൽ ഈ സൈൻ തീറ്റ എന്നല്ലേ. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ കോസ് തീറ്റയാണ്. സോ സപ്പോസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്തത്, ദാറ്റ് ഇസ് ഡെൽറ്റ എസ്. അതായത് അതിന്റെ ഏരിയ എന്താണ്, ഡെൽറ്റ എസുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഫൈ എന്താണ്, ഡി ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ചെറിയ ഏരിയ കൂടെ കടന്നു പോകുന്ന ഫൈ ഫ്ലക്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എന്ത് ഡി ഫൈ എന്ന് പറയുന്നത് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പോ നമുക്ക് പിന്നെ ഇയും ഡെൽറ്റ എസും, അതായത് നിങ്ങൾ നോക്കി ഇയും ഡെൽറ്റ എസും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞല്ലോ. സോ നമുക്ക് ഡി ഫൈക്ക് ഒരു ഇക്വേഷൻ, ശരിക്കും ഫൈ ഈക്വൽ ടു എന്താ, ഈ ഫ്ലെക്സ് ഈക്വൽ ടു ദാറ്റ് ഇസ് ഡി ഫൈ ഈക്വൽ ടു, ഡി ഫൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഏരിയയിൽ മാത്രമുള്ള ഫ്ലെക്സ് ആണ്, ദാറ്റ് ഈസ് ഇ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഇ ഇൻറ്റു ഡെൽറ്റ എസ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ എസ് മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് അല്ലെ. അപ്പൊ ഈ ഡെൽറ്റ എസിന്റെ ഡയറക്ഷനും ഈ ഡയറക്ഷനിലുള്ള കമ്പണന്റ് ആക്കി എടുക്കണ്ടേ. അപ്പൊ ഈ ഡയറക്ഷനിലുള്ള ഡെൽറ്റ എസിന്റെ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എസ് കോസ് തീറ്റ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡി ഫൈ എന്ന് പറഞ്ഞാല് ഇ ഇൻറ്റു ഡെൽറ്റ എസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റൂല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം, അതായത് ഇതൊരു സ്മോൾ, അതായത് ഡി ഫൈ എമൗണ്ടിലുള്ള ഫ്ലക്സ് ആണ് ഇപ്പൊ കണ്ടത് അല്ലെ. അപ്പം അതിന് പകരം ഹോൾ ഈ ഒരു ഫുൾ സർഫസിനുള്ള ഫൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഫൈ ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നുള്ള ഫോമിലല്ലേ. അപ്പൊ എ ബി കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്, എ ഡോട്ട് ബി എന്ന് എഴുതാൻ പറ്റില്ലേ. അതുപോലെ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് എഴുതിക്കൂടെ, ഡി ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഇത് നോക്ക്, ഇത് ഡി ഫൈക്കുള്ള എക്സ്പ്രഷൻ ആണ് കിട്ടിയത്. ഇനി നമുക്ക് ടോട്ടൽ, അതായത് എത്രത്തോളം ഫ്ലെക്സ് ഇതിൽ മൊത്തം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് കൊടുത്ത് അപ്രോക്സിമേറ്റ് ചെയ്യാണ് അല്ലെ പൊതുവെ ചെയ്യല്. ദാറ്റ് ഇസ് ലിമിറ്റ് ഡെൽറ്റ എസ് ടെൻഡിങ് ടു 0 സിഗ്മ ഇ ഡോട്ട് ഡെൽറ്റ എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, ഇതിൽ നോക്കൂ നിങ്ങൾ, ഫൈ ഈക്വൽ ടു അല്ലെങ്കിൽ
പിന്നെ d5 E into delta s cos theta എന്ന് എഴുതി. ദെൻ ഇതേ നമുക്ക് d5 E dot ds എന്ന് എഴുതാമല്ലോ അല്ലെ, അല്ലെങ്കിൽ E dot delta s or E dot ds എന്ന് എഴുതാൻ പറ്റും. ദെൻ E എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ സെക്കൻഡറി സർക്യൂട്ടിലേക്ക് വരികയാണ്. ഓക്കെ, ദെൻ d5 E dot ds അല്ലെ. അപ്പൊ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അതായത് d5 E dot ds എന്ന് കിട്ടി. ദെൻ ഇനി നമ്മൾ ഈ ഒരു ds എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വളരെ ചെറുതാക്കി എടുക്കുകയാണ്. അതായത് ലിമിറ്റ് ഡെൽറ്റ എസ് ടെൻഡിങ് ടു 0 അല്ലെ, സിഗ്മ ഇ ഡോട്ട് ഡെൽറ്റ എസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ, ഈ ഒരു ഇതിൽ കണ്ടു. ദെൻ അതിൽ നിന്ന് നോക്കൂ നിങ്ങൾ, ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെ, ഫൈ ഈക്വൽ ടു, അതായത് നിങ്ങൾ നോക്ക് ഈ ഒരു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ഫൈ ആണ്. അപ്പൊ ഇത് ഡെൽറ്റ എസ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞ സമ്മേഷൻ നമ്മൾ സം ചെയ്യാണ് അല്ലെ, എല്ലാ ഏരിയയിലും എസ് ഏരിയയിൽ ഇതിന്റെ വാല്യൂ എന്താണെന്ന് വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ഫൈ. ദെൻ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും. ഫൈ ഈക്വൽ ടു എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും അല്ലെ. ദ സർക്കിൾ ഓഫ് ദ ഇന്റഗ്രൽ സൈൻ ഷോസ് ദാറ്റ് ദ സർഫസ് ഓഫ് ദ ഇന്റഗ്രേഷൻ ഈസ് ക്ലോസ്ഡ്. അതായത് നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു സർക്കിൾ കാണിക്കുന്നില്ലേ, അത് ഈ ഇക്വേഷന് ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലെങ്കിൽ പിന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ ഫ്ലെക്സ് എന്തായിരിക്കും? ഐസൊലേറ്റ് ഇൻഗോയിങ് ഫ്ലെക്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻ ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ സർഫസ് ഇന്റഗ്രലില് ക്ലോസ്ഡ് പാത്ത് ആണ്ടിട്ടാണ് ഇവിടെ ഒരു ക്ലോസ്ഡ് ലൈന് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നവരെ എ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ തുടങ്ങി അത് തിരിച്ചു പോയിട്ട് എയിൽ തന്നെ എത്തുന്നുണ്ട്. സോ ഇനി നമുക്ക് ഫൈക്ക് ഒരു ഇക്വേഷൻ കിട്ടില്ലേ, ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ നൗ ഇനി അപ്പൊ ശരിക്കും ഈ ഒരു ഇത്രയും കാര്യം മനസ്സിലായാലും ഇനി നമുക്ക് ഒരു പുതിയ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് എന്താന്നും ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഇനി നമുക്കൊരു പുതിയ ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചതാണ് ഗോസസ് ലോ. അപ്പൊ എന്താണ് ഗോസസ് ലോയില് പറയുന്നത് എന്ന്? അപ്പൊ ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ, അപ്പൊ സപ്പോസ് നമുക്കൊരു പോയിന്റ് ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ഈ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഉള്ളത് എന്ന് കരുതുന്നത്. ഇതൊരു സ്ഫിയർ ആണ്. ആ സ്ഫിയറിന്റെ സെന്ററിലാണ് എന്ത് ചാർജ് ക്യൂ ഉള്ളത്. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറഞ്ഞാല്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ചാർജ് ക്യൂ അറ്റ് ദ ഒറിജിനിലാണ് കേട്ടോ, അറ്റ് ദ ഒറിജിൻ. അപ്പോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും അല്ലെ, വിച്ച് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ക്യൂ ബൈ 4 എപ്സിലോൺ 0 ക്യൂ ഡിവൈഡഡ് ബൈ ദെൻ ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡി എസ് പ്രൈം. ഓക്കെ, ദെൻ ഫൈക്ക് ടോട്ടൽ ഫൈ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ. ദെൻ നമുക്ക് നിങ്ങളിതൊരു സ്ഫിയറിന്റെ കാര്യമല്ലേ, അപ്പൊ നമുക്ക് അത് ഏത് കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ ഡി എസ് ഈക്വൽ ടു, അപ്പൊ സ്ഫെറിക്കൽ പോളാറിൽ ഡി എസ് ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആർ ക്യാപ്. ഇതാണ് ഡി എസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ദെൻ നമുക്ക് ഫൈക്കുള്ള ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ദെൻ വിച്ച് ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ അല്ലെ, അതാണ് എന്ത് ഇ എന്ന് പറഞ്ഞാല്. ദെൻ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഡോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ ക്യാപ് അല്ലെ, ഡോട്ട് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ d5. ദെൻ ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ ഫൈ ഈക്വൽ ടു എന്താണ്? 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ 4 എപ്സിലോൺ 0. ദെൻ അതെന്ത് ചെയ്യാ? ഡി തീറ്റയിലും ഡി ഫൈയിലും ഉണ്ട് അല്ലെ, സർഫസ് ഇന്റഗ്രൽ. സോ ഇന്റഗ്രൽ
ക്യൂ പുറത്തെടുത്ത് ദാറ്റ് ഇസ് 1/r² അല്ലെ, അല്ലെങ്കിൽ r² ക്യാൻസൽ ആയി അല്ലെ. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക, സൈൻ തീറ്റ ഡി തീറ്റ സൈൻ ഫൈ ഡി ഫൈ ഉണ്ടാവും അല്ലെ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ നമ്മൾ ഇതിന് ഓരോ ടേം, ഇത് സർഫസ് ഇന്റഗ്രൽ ആണല്ലോ അല്ലെ. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ തീറ്റയിലും ഫൈയിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഡബിൾ ഇന്റഗ്രൽ q/4πε0 1/r². r² സൈൻ തീറ്റ ഡി, അതൊക്കെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് നിങ്ങൾ ഇത് q/4πε0 r² ഇല്ല, q/4πε0 മാറ്റി നിർത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൈന് എന്താവും, കോസ് ആയി മാറും അല്ലെ. അല്ലെങ്കിൽ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ ഇതിന് ഓരോ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നാണ്. ഡി ഫൈ എന്ന് പറഞ്ഞാൽ അവിടെ 2π വന്നു അല്ലെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് വരും. അപ്പൊ 2π ഇൻറ്റു പിന്നെ നമുക്ക് q/r² അല്ലേ. സൈൻ തീറ്റ എന്നുള്ളത് കോസ് തീറ്റ ആക്കാം, കോസ് തീറ്റ 0. ഓക്കെ, അപ്പൊ ഫൈ ഈക്വൽ ടു q/ε0 4πε0 ഇന്റഗ്രൽ 0 to 2π 0 to π സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇനി നമുക്ക് ഇതിൽ ഓരോ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് q/4πε0 കോൺസ്റ്റന്റ് അല്ലേ. ആദ്യം നമുക്ക് ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് 0 to π സൈൻ തീറ്റ ഡി തീറ്റ അങ്ങനെ. ദെൻ ഇന്റഗ്രൽ 0 to 2π ഡി ഫൈ അല്ലേ. ഡി ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത ഫൈ അല്ലേ കിട്ടുക. സോ q/4πε0 ഇന്റഗ്രൽ 0 to π സൈൻ തീറ്റ ഡി തീറ്റ ഇൻറ്റു ഇതിന് ഡി ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഫൈ കിട്ടും അല്ലേ. ദെൻ ലിമിറ്റ് കൊടുത്താൽ അവിടെ 2π ഉണ്ടാവും അല്ലേ. അപ്പൊ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഇസ് q/4πε0 ഇൻറ്റു 2π. ദെൻ സൈൻ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ തീറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, കോസ് തീറ്റ അല്ലേ, മൈനസ് കോസ് തീറ്റ. ദാറ്റ് ഈസ് 0 to π കോസ് മൈനസ് കോസ് തീറ്റ. ദെൻ നമുക്ക് ഇതിനും ഇന്റഗ്രേറ്റ് ചെയ്ത് 2 കിട്ടും അല്ലേ. ദാറ്റ് ഇസ് 4π. ഇത് കോസ് പൈ മൈനസ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 4 ഇതും 2 അല്ലേ. ഇതിന് കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, ഇത് മൈനസ് കോസ് തീറ്റ ആണ്. ദാറ്റ് ഇസ് 2 നോക്ക് 2πq ഡിവൈഡഡ് ബൈ 4πε0 മൈനസ് കോസ് പൈ മൈനസ് മൈനസ് കോസ് 0 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 2πq ഡിവൈഡഡ് ബൈ 4πε0. ഇത് എന്ന് പറഞ്ഞാൽ ഇത് -1 കോസ് പൈ -1, സോ ദിസ് ഇസ് 1 + 1 2 അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ എന്താ വരിക, 4πq ഡിവൈഡഡ് ബൈ 4πε0. 4π ക്യാൻസൽ, q/ε0. സോ ഫൈ ഈക്വൽ ടു എന്താണ്, q/ε0. ഫൈയെ നമുക്ക് എങ്ങനെ എഴുതാം, ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലേ. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു q/ε0. ദാറ്റ് ഈസ് എന്താ ഇതിന്റെ മീനിങ്, ഫ്ലെക്സ് അല്ലെ. ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് അല്ലേ. ഫ്ലെക്സ് ത്രൂ എനി സർഫസ് എൻക്ലോസിംഗ് ദ ചാർജ് ക്യൂ ചാർജ് ആണല്ലേ ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്നത്. ഈ ചാർജ് ഈസ് 1/ε0 ടൈംസ് ദ ചാർജസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ സർഫസ്. സോ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗിവൺ സർഫസിലുള്ള ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ 1/ε0 ടൈംസ് ക്യൂ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആണ്. അപ്പൊ ഇതാണ് എന്ത്, ഗോസസ് ലോ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഗോസസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയാലും എന്താ ഗോസസ് ലോ എന്നുള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു q/ε0 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.